നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയ്ക്കെതിരെ ഗോൾ അടിക്കുക എന്നുള്ളത് എംബപ്പയ്ക്ക് ഒരു വിഷയമല്ല. അത് അദ്ദേഹം നേരത്തെ PSG-യിലായപ്പോഴും ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റയലിലാകുമ്പോഴും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ സൗദി അറേബ്യയിൽ കണ്ടത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ 2-5 FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ എടുത്തിട്ട് അലക്കുമ്പോൾ റയലിൻ്റെ ഭാഗത്തൊരു ബ്രൈറ്റർ സ്പോട്ട് എന്ന് പറയാനുള്ളത് കിലിയൻ എംബാപ്പയുടെ കളി മാത്രമാണ്. അദ്ദേഹം ഇന്നലെ ഒരു ഗോൾ അടിച്ചു. അദ്ദേഹം ഗോൾ അടിച്ച് തുടങ്ങി വെച്ചു. പക്ഷേ തുടങ്ങി വെച്ചത് ഏറ്റുപിടിച്ചത് ബാഴ്സ താരങ്ങളായി എന്ന് മാത്രം. എന്തായാലും തോറ്റു റയൽ മാഡ്രിഡ്. പക്ഷേ അപ്പോഴും മനം കവർന്നത് എംബാപ്പെ തന്നെയാണ്. കളി കഴിഞ്ഞിട്ട് ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഐ ഓൺലി സേവ് എംബാപ്പെ ടുഡേ. അദ്ദേഹം വിശദമായിട്ട് കളിയെ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ വളരെയധികം ദുഃഖിതരാണ്, വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞങ്ങളുടെ ഫാൻസിൻ്റെ അവസ്ഥ എനിക്കറിയാം. ഞങ്ങൾ നല്ല രൂപത്തിലല്ല ഡിഫെൻഡ് ചെയ്തത്. അവർ വളരെ എളുപ്പത്തിലാണ് സ്കോർ ചെയ്ത് പോയത്. എംബാപ്പെ മികച്ച പ്രകടനമാണ് നടത്തിയത്. കിലിയൻ എംബാപ്പെ പ്ലേഡ് എ ഗുഡ് ഗെയിം. ദി റെസ്റ്റ് ലെറ്റ്സ് ഫോർഗെറ്റ് ഇറ്റ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് മറക്കാം. എംബാപ്പെ മികച്ച പ്രകടനമാണ് നടത്തിയത്. ബാക്കിയുള്ളത് നമുക്ക് മറക്കാം. വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് ടീം നടത്തിയത്. തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു. ലൂക്കാസ് വാസ്കസിനെയും ഷുവാമിനെയും കുറിച്ച് എടുത്തു ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും ഒരു പ്ലെയറെ പെർട്ടിക്കുലറായിട്ട് എടുത്ത് പറയുന്നില്ല, ടീമിനെ കുറിച്ച് ഒന്നാകെയാണ് ഞാൻ പറയുന്നത്. ബാഴ്സലോണ ഞങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു. അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഓൺലി എംബാപ്പെ മാത്രമാണ് ഈ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചത് എന്ന് ആഞ്ചലോട്ടി പറയുന്നു. തീർച്ചയായിട്ടും എംബാപ്പയുടെ കളിയുടെ കണക്കുകൾ നോക്കുമ്പോൾ ബാഴ്സലോണയ്ക്കെതിരെ അദ്ദേഹം മുമ്പും ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബാഴ്സയ്ക്കെതിരെയുള്ള 7ാമത്തെ ഗോളാണ്. 6 കളിയിൽ നിന്നാണ് ബാഴ്സയ്ക്കെതിരെ അദ്ദേഹം 7 ഗോളുകൾ നേടിയിട്ടുള്ളത്. മറ്റ് ചില കണക്കുകൾ കൂടി ചിലരിപ്പോൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഹൻസി ഫ്ലിക്ക് എംബാപ്പയ്ക്കെതിരെ 2 ഫൈനലുകൾ 2ഉം വിജയിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആ PSG ഫൈനൽ കളിച്ച യുവേഫ ചാമ്പ്യൻസ് ലീഗ്? നെയ്മറും കിലിയൻ എംബാപ്പയും ഒക്കെ ചേർന്നുകൊണ്ട് PSG ഫൈനലിലേക്ക് എത്തിച്ച ആ ഫൈനൽ, അന്ന് ഒറ്റ ഗോളിനാണ് ബയൺ വിജയിച്ചു കയറിയത്. ഫ്ലിക്കായിരുന്നു കോച്ച്. പക്ഷേ അത് പറയുമ്പോൾ ബാഴ്സയ്ക്ക് അത്ര സന്തോഷമുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് അല്ല. 8-2 ബാഴ്സയെ തോൽപ്പിച്ച ശേഷമാണ് PSG-ക്കെതിരെ 1-0 ജയം അന്ന് ബയൺ നേടിയത്. പക്ഷേ അന്നത്തെ ആ ഒരു വിജയം എംബാപ്പയ്ക്ക് മേൽ ഇപ്പോഴിതാ വീണ്ടും എംബാപ്പയ്ക്ക് മേൽ ഫ്ലിക്ക് വിജയം കുറിക്കുന്നു എന്നുള്ളത് കൂടി ചിലർ പറയുന്നുണ്ട്. ഫൈനൽ മത്സരങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. എന്തായാലും കളി തോറ്റെങ്കിലും എംബാപ്പെ മനം കവർന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.